Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ പനീർ ബട്ടർ മസാലയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. റമദാനിൽ നമുക്ക് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് ക്രീമൊന്നും യൂസ് ചെയ്യാതെയാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കിത് നല്ല ക്രീമി സ്ട്രക്ചറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടിപ്പ് ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടിപ്പൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 സവാള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു വലിയ ടൊമാറ്റോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു പിടി കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി പാൻ ചൂടാവാനായിട്ട് വെച്ച് അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, എന്നാൽ ടേസ്റ്റിൽ ഒട്ടും പിന്നോട്ടല്ല. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് പരിപാടിയും കഴിയും, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ റമദാൻ ടിപ്സുമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൂടെ കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അല്പം മല്ലിയില കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു സമയം വരുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പിന്നെ ഒരു 2 പനീറിൻ്റെ ക്യൂബും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തതാണ് നമ്മൾ ഫ്രഷ് ക്രീമിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്, ഫ്രഷ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഫ്രഷ് ക്രീം വാങ്ങണ്ടേന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് പനീറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ പനീറൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി ആ ഒരു കറിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് വരും. ഇനി ഇതിലേക്ക് 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്പം മല്ലിയിലയും 1 ക്യൂബ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ റമദാനിൽ. അപ്പോൾ റമദാൻ ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.